ഹലോ ഗൈസ്, ബിഗ് ബോസിന്റെ എപ്പിസോഡ് റിവ്യൂലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറെ നേരത്തെ വന്നേക്കുന്നത്. ഇന്ന് എന്തായാലും വീഡിയോ ഇട്ടിട്ട് കിടക്കാന്ന് ഓർത്തു. അപ്പൊ അതറിഞ്ഞ് ഇന്ന് കുറെ നേരത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വന്നേക്കുവാണ്. ഇന്ന് കുറെ കാര്യങ്ങൾ വീട്ടിൽ സംഭവിച്ചു കേട്ടോ. ഇന്ന് ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടായിരുന്നു, ജയിൽ നോമിനേഷൻ ഉണ്ടായിരുന്നു, പിന്നെ പണിപ്പുര ടാസ്ക് ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ കുറെ ടാസ്കുകൾ ഉണ്ടായിരുന്നു. എപ്പിസോഡ് കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു എപ്പിസോഡായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടെ. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് എല്ലാത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് ഒരു അണ്ണാങ്കുഞ്ഞിനെയൊക്കെ കാണിച്ചോണ്ടാട്ടോ തുടങ്ങിയിരിക്കുന്നത്. ഒരു പോസിറ്റീവ്, മൊത്തം നെഗറ്റീവ് അതിനകത്ത്. എന്നാൽ പുതിയൊരു പോസിറ്റീവ് ആയിക്കോട്ടെ എന്ന് ഓർത്തോണ്ടായിരിക്കും ഒരു അണ്ണാങ്കുഞ്ഞിനെയൊക്കെ കണ്ടോണ്ടാ നമ്മളെ കാണിച്ചു തന്നത്. ബിഗ് ബോസിന്റെ പാട്ട് വന്നു, മറ്റേ ഡും ഡും ഡമാക്ക് ഡും ഡും എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, ആ പാട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഡാൻസ് എല്ലാവരും അത്യാവശ്യം എല്ലാവരും തന്നെ ഡാൻസ് കളിച്ചു. കുറെ പേര് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇവര് കിടക്കുമ്പോൾ 2 മണിയോ 3 മണിയോ എങ്ങാണ്ടൊക്കെ ആവും. പിന്നെ ഇങ്ങനെ ഇവര് നേരം വെളുത്തവർക്ക് എണ്ണിക്കാൻ പറ്റുന്ന ബിഗ് ബോസിന്റെ പട്ടി കുറയ്ക്കുക ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ എണ്ണിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ കാണിക്കുന്ന ബെഡ്റൂമില് ജിസേലുണ്ട്, അനുമോളുണ്ട്, ആദില, നൂറ, ബിന്നി ഇവരൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഒനീലിന്റെ ഇഷ്യൂ ഉണ്ടായല്ലോ. അപ്പൊ ഇഷ്യൂവിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പം ഇതന്നെ ഇഷ്യൂ നമ്മുടെ ബിന്നി ചോദിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഒനീല് വീഴാൻ പോയപ്പം ജിസേല് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നൂറേനെ പിടിച്ചിങ്ങനെ വീഴാൻ പോയപ്പം മസ്താനിയുടെ വയറിനെ പിടിച്ചതാ. അത് ലക്ഷ്മി ഭയങ്കര കണ്ടന്റായിട്ട് ഇഷ്യൂ ആക്കിയതാന്ന് പറയുന്നുണ്ട്. അപ്പം ഇവര് പറഞ്ഞ ലക്ഷ്മി അതൊരു ഏതും പോരാത്ത ആളോടാ പറഞ്ഞേക്കുന്നത്. ലക്ഷ്മി അത് ഇതിനു വേണ്ടി കണ്ടന്റ് ആക്കാനായിട്ട് ചെയ്തതാ. മസ്താനിയെ പക്ഷെ കണ്ടന്റ് ആക്കണ്ട, മസ്താനിക്ക് സംഭവം പുറത്തു പോകണ്ടെന്നാ. പക്ഷെ അത് ലക്ഷ്മി ഇത്രയും പ്രശ്നമാക്കിയതെന്നൊക്കെ ഇവര് പറയുന്നുണ്ട്. അപ്പൊ മഡ്പിറ്റില് ഇങ്ങനെ ടാസ്ക് വന്നല്ലോ, അങ്ങനെ ടാസ്ക് വരുമ്പോ ലക്ഷ്മി എന്ത് ചെയ്യുമെന്ന് ജിസേല് ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ടാസ്ക് വന്ന ലക്ഷ്മി മാറി നിൽക്കുന്നോ? അപ്പൊ ജിസേൽ പറഞ്ഞാൽ ഇങ്ങനെ അറിഞ്ഞിട്ടാണോ ഇതൊന്നും അറിയാതെയാണ് ബിഗ് ബോസിലോട്ട് വന്നതെന്നൊക്കെ ജിസേൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് അവിടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പിന്നെ കാണിച്ച് ഒനീലിന് ശരിക്ക് മാനസികമായിട്ട് അത് ഭയങ്കരമായിട്ട് ഒരു ഇത് വന്നു കേട്ടോ. ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായ സംഭവം. ജിസേല് മനസ്സാവാജ അറിഞ്ഞ കാര്യമല്ല, ഇത് ലക്ഷ്മി ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടത്. ഇപ്പൊ സോഷ്യൽ മീഡിയ കൂടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് ആ വീഡിയോ വൈറലാകുന്നുണ്ട്. ജിസേലിനും മസ്താനിനെ അറിഞ്ഞുകൊണ്ട് വയറെ കയറി പിടിച്ചല്ല ജിസേലിൽ നിന്ന് വായി വരുന്നു. ഒനിയിൽ മനഃപൂർവ്വം കയറി പിടിച്ചതല്ല. ഒനിയിൽ വീഴാൻ പോയപ്പം ആ ഒരു സംഭവം, ഒരു ബോർഡ് ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ഒനിയിലിന് വണ്ണമുണ്ട്. അപ്പൊ വീഴാൻ പോയപ്പം അതിന്റെ ഇത് തട്ടി, കാല് തട്ടി ഫ്രണ്ടിൽ നിന്ന് ആളെ പെട്ടെന്ന് കയറി പിടിച്ചത് മസ്താനിയുടെ വയറിനായിപ്പോയി. അപ്പൊ മസ്താനിക്ക് ഒരു സംശയം, അത് ബാട്ടച്ചാണോ കുട്ടച്ചാണോ എന്ന് അങ്ങനെ സംശയം വന്നപ്പം മസ്താനി അത് പറയാന്നുള്ള മസ്താനിയുടെ ഒരു സംശയം മസ്താനിക്ക്. അത് മൈക്ക് ഊരി വെച്ചിട്ട് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ലക്ഷ്മിയോട് പറഞ്ഞ കേസ് ലക്ഷ്മി അതൊരു കണ്ടന്റ് ആക്കിയെടുത്ത് വലിയ ഇഷ്യൂ ആക്കിയെടുത്ത് രാത്രി അത്രയും പ്രശ്നം വരെ അവിടെ ഉണ്ടാക്കിയതാണ്. എന്നാലും വീട്ടുകാരെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് ഒനീലിന്റെ കൂടെ തന്നെയാട്ടോ നിൽക്കുന്നത്. അത് അന്ന് ലാലേട്ടൻ അനുമോളുടെ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോഴത്തേനും ഇവരോട് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. ഒനീലിന് അത് ഭയങ്കര സങ്കടമായിട്ടുണ്ട്. ഒനീല് കൺഫെഷൻ റൂമിൽ വെച്ചിരുന്ന കരയുമായിരുന്നു. നമുക്ക് പാവം തോന്നും കേട്ടോ. എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അവർക്ക് പ്രായമായതാ. എനിക്ക് 42 വയസ്സായി, ഞാൻ ഇതുവരെ ഇങ്ങനത്തെ സംഭവം കേൾപ്പിച്ചിട്ടില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇച്ചിരി നാക്കിന് സാമർത്ഥ്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇല്ലാത്ത കാര്യം ഒരാളെ മാനസികമായിട്ട് തകർക്കാനൊക്കെ നടത്തുന്നത് വളരെ മോശം. ലക്ഷ്മിയുടെ പ്രവൃത്തി വളരെ മോശമായി പോയി. അത് ശരിക്കും ഒനീലിന് മാനസികത ഉണ്ടാക്കി. ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കണം എന്നൊക്കെ ബിഗ് ബോസിനോട് പറഞ്ഞു. ബിഗ് ബോസ് അത് ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറേ നേരം ഇരുന്നുകൊണ്ട് കരഞ്ഞിട്ടാട്ടോ ഒനീല്. ശരിക്കും ചങ്ക് പൊട്ടിക്കരയാ നമ്മൾ പറയില്ല, അങ്ങനെ കരഞ്ഞിട്ടാ ഒനീല് പുറത്തോട്ട് പോയത്. വളരെ മോശമായി പോയി. അത് ലക്ഷ്മി കണ്ട കാര്യം പോലുമല്ല. ലക്ഷ്മി കുറെ ഊഹിച്ച് പൂരിപ്പിച്ചെടുത്ത്, മറ്റേ ഇതിനകത്ത് ഹരിസറേഷൻ പറയുന്നല്ലേ, കുറെ ഊഹിച്ച് പൂരിപ്പിച്ചെടുത്ത് ലക്ഷ്മി ഉണ്ടാക്കിയ കഥയാണത്. അതിന്റെ മസ്താനിക്ക് പുറത്ത് പറയേണ്ടതായിരുന്നു. ലക്ഷ്മി മാത്രം ആ കണ്ടന്റ് പുറത്ത് ഒഴിപ്പിച്ചതാണ്. ശരിക്ക് ഒനീലിന് വിഷമമായി കേട്ടോ. പിന്നെ അത് ഞാൻ ക്യാപ്റ്റൻസി ടാസ്ക് ആണെന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻസി ടാസ്ക് കുഴപ്പമില്ലായിരുന്നു, നല്ല രീതിയിൽ അത്യാവശ്യം. നമ്മുടെ അനീഷിനും നൂറയ്ക്കും, അനീഷ് മറ്റേ സർക്കസിന്റെ ലീഡർ ആയിരുന്നല്ലോ, പിന്നെ നൂറ നൂദില കമ്പനിയുടെ ഓണറും. അപ്പൊ ഇവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്യാം. പിന്നെ 3 പേരാണല്ലോ ക്യാപ്റ്റൻസി ടാസ്കിൽ വരുന്നത്. ബാക്കി വരുന്ന ഒരാളെ ബാക്കിയുള്ള കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും കൂടെ തെരഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ അനീഷ് രണേനെയാണ് ചെയ്തത്. അപ്പൊ രണ ഹായ് 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 എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കൈ കിട്ടുന്നുണ്ട്. രണേനെയാണ് പറഞ്ഞത്. രണ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു. അങ്ങനെയൊക്കെ പറഞ്ഞ് രണേനെ പറഞ്ഞു. നമ്മുടെ നൂറ ഒനീലിനെ പറഞ്ഞു. ഒനീലിന്റെ ബുദ്ധിയാണ് കമ്പനി പൂട്ടിക്കാനുണ്ടായത്, ഈ ബുദ്ധി എവിടുന്ന് വരുന്ന പറഞ്ഞുകൊണ്ട് ഒനീലിനെ പറഞ്ഞു.
പിന്നെ വീട്ടുകാരൊക്കെ കൂടെ പ്രവീൺ വന്ന് ഷാനവാസിനെ പറഞ്ഞു, നിവിൻ അനീഷിനെ പറഞ്ഞു, മസ്താനി പ്രവീണിനെ പറഞ്ഞു, സാബു പ്രവീണിനെ പറഞ്ഞു, ഷാനവാസ് ലക്ഷ്മി ഷാനവാസിനെ പറഞ്ഞു, ജിസേല് ജിഷിനെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും പറഞ്ഞു. ലാസ്റ്റ് എല്ലാവരും കൂടെ കോമൺ ആയിട്ട് തെരഞ്ഞെടുത്തേക്കുന്നത് ജിഷിനെ കേട്ടോ തെരഞ്ഞെടുത്തേക്കുന്നത്. ഇപ്പം ക്യാപ്റ്റൻസി ടാസ്കിൽ ഈ ആഴ്ച മത്സരിക്കാൻ പോകുന്നത് ജിഷിനും രണ, ഒനീൽ ഇത്രയും പേരാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ പ്രവീണിന്റെ ഒരു തീരാരോധനം ഉണ്ടായിരുന്നു ക്യാമറ നോക്കിക്കൊണ്ട്. എല്ലാവരും ഞാൻ കിച്ചണിലെ ക്യാപ്റ്റൻ അല്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നെ ക്യാപ്റ്റൻസിയിലോട്ട് തെരഞ്ഞെടുത്തില്ല, ഞാൻ ഇനി ഇവിടുത്തെ എല്ലാം എടുത്ത് തിന്നും, ഇനി കണ്ടോ എന്നെ കണ്ടോ എന്ന് ക്യാമറ കിടന്നുകൊണ്ട് കുറേ രോദനം ഉണ്ടായിരുന്നു. അത് വലിയ ഇതായിട്ട് തോന്നിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പണിപ്പുര ടാസ്കിൽ വന്നു. പണിപ്പുര ടാസ്കിനകത്ത് ഷാനവാസും മസ്താനിയൊന്നും ഒനിയിലും കോയിൻ കൊടുത്തിട്ടില്ല. ഇവരുടെ കോയിൻ ഇവർക്ക് കിട്ടാത്ത കാരണം ആ പോയിന്റ് ഇല്ല. ആ കോയിൻ കൊണ്ട് ഇവർക്ക് ബിഗ് ബോസിന്റെ 7ന്റെ ഇവരെ തെറ്റ് പറയാൻ പറ്റത്തില്ല. ഷാനവാസ് ഒന്നും കൊടുക്കാത്തതിനും ബിഗ് ബോസിലെ 7ന്റെ പണി പല സൈസിലാണല്ലോ പണി കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ അവരോർത്ത് ഇനി കോയിൻ കൊടുത്തു കഴിയുമ്പോൾ എന്തെങ്കിലും ടാസ്കോ എന്തെങ്കിലും കാര്യം ഇവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവും എന്നോർത്തുകൊണ്ട് ഇവർ ഈ കോയിൻ എടുത്ത് വെച്ചിരുന്നു. പക്ഷെ ആ കോയിൻ കൊണ്ട് ഇവർക്ക് ഒരു ഗുണം ഉണ്ടായില്ല. കൊടുക്കാത്ത ഈ സർക്കസ് കളിച്ചവർക്ക് കൊടുക്കാത്ത കോയിൻ തിരിച്ച് സ്റ്റോർ റൂമിൽ വെക്കേണ്ട വന്നു. അങ്ങനെ ഇവർ കോയിൻ കൊടുത്തില്ല. ബാക്കി എല്ലാവരും കഴിക്കട്ടെ കോയിനൊക്കെ കൊടുത്തു. അപ്പോൾ കോയിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് പണിപ്പുരയിൽ നിന്ന് സാധനം എടുക്കാൻ പറ്റത്തുള്ളൂ, ഫുഡ് ഐറ്റംസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇവർക്ക് ഷാനവാസിന്റെ 4 കോയിൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊടുക്കാൻ ഇവർക്ക് കുറേ ഫുഡ് ഐറ്റംസ് കിട്ടിയാനായിട്ട് ഒത്തിരി 3 മിനിറ്റ് സമയം ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവരുടെ കോയിൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കുറച്ച് സാധനങ്ങൾ മാത്രം, കുറച്ച് പാൽ, 1/2 കിലോ അര കിലോ മീൻ, 1/2 കിലോ ചിക്കൻ, 1/2 കിലോ മട്ടൺ, അങ്ങനെ 1/2 കിലോ വെച്ചുള്ള പാൽ, ഒരു പാക്കറ്റ് പാലോ കോഫി പൗഡർ, ഇത്ര സാധനം ഇവർക്ക് കിട്ടിയുള്ളൂ. കാരണം ഇവരുടെ കോയിനില്ല. ഇങ്ങനെ കോംബോ ഓഫറായിട്ടാണ് വെച്ചേക്കുന്നത്. ഇങ്ങനെ പാല് ഇന്ന സാധനങ്ങൾ ഇങ്ങനെ കോംബോ എന്ന് പറഞ്ഞിട്ട് 3 കോയിൻ അങ്ങനെയൊക്കെ പറഞ്ഞ സാധനം എടുത്തത്. അതിനകത്ത് നിവിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. ബാക്കി 1 മിനിറ്റ് ഉള്ളപ്പോൾ ഇവര് പുറത്തിറങ്ങിയായിരുന്നു. നിവിൻ മാത്രം പുറത്തിറങ്ങിയില്ല. ഞാൻ നോക്കട്ടെ, ഞാൻ ഇവിടെ എന്താ നോക്കട്ടെ, നിങ്ങൾ എനിക്ക് 1 കോയിൻ മാത്രമല്ലേ തന്നുള്ളൂ, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയാം. ലാസ്റ്റ് ജിസേല് എന്ന ഒനിയിലെന്ന് നമ്മുടെ നിവിനെ അതിനകത്ത് പിടിച്ച് വലിച്ചിറക്കാൻ തോന്നുന്നുണ്ട്. എല്ലാവരും 2 സെക്കൻഡ് 5 സെക്കൻഡ് 4 സെക്കൻഡ് 3 സെക്കൻഡുള്ളപ്പോൾ എന്തായാലും നിവിൻ അതിൽ നിന്ന് പുറത്ത് ചാടി. ഞാൻ ഓർത്തു നിവിൻ്റെ ഇത് വെച്ച് നിവിൻ ചാടാൻ വഴിയില്ല, അവരുടെ ഫുഡ് ഐറ്റംസ് മൊത്തം പോയെന്ന് ഞാൻ ഓർത്തു. പക്ഷെ പോയില്ല കേട്ടോ, അത് അവർക്ക് കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വന്നത് അത് ഞാൻ ആരും പറഞ്ഞുകൊണ്ട് നടക്കുക, ഈ കോയിൻ കൊടുക്കാത്ത ഷാനവാസിനും ഒനീലിനും മസ്താനിക്കും ഫുഡ്, ഇവർക്ക് കിട്ടുന്ന ഫുഡ് ഉണ്ടല്ലോ, ഈ ഫുഡ് കൊടുക്കണ്ട, ഇവർക്കുള്ള ഫുഡ് കട്ട് ചെയ്യാം, ഇവർക്ക് റദ്ദാക്കാന്ന ആരും പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പൊ എല്ലാവരോടും നടന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്നുണ്ട് ഫുഡ് അങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും കിട്ടുന്ന ഫുഡ്. അപ്പൊ ഷാനവാസ് അവിടെ നിന്ന് പറയുന്നുണ്ട് എനിക്ക് വേണ്ട, എന്റെ ഫുഡ് എനിക്ക് വേണ്ട. മസ്താനും പറയുന്നുണ്ട് 1/2 കിലോ സാധനമല്ലേ ഉള്ളൂ, എനിക്ക് വേണ്ട. അപ്പൊ അനുമോളോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പം അനുമോൾ ഒരു കാര്യം പറഞ്ഞു, നീ പണ്ട് മുട്ട അടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ 1000 പോയിന്റ് കളഞ്ഞാൽ അപ്പം നിനക്ക് കുഴപ്പമില്ലായിരുന്നു. അപ്പൊ അവൻ എന്തെല്ലാം പെർഫോമൻസ് ആയിരുന്നു ആരും അവിടെ കാണിച്ചു. ഞാൻ ഈ ആഴ്ചത്തെ ഫുഡ് കഴിക്കൂല, ഞാൻ ഡ്രസ്സ് ഇടൂല എന്നൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരം വന്നപ്പോൾ ഇതൊക്കെ എല്ലാവരും മറന്നു പോകുന്നു പറഞ്ഞുകൊണ്ട് നല്ല ഫുഡ് തട്ടിയ ആരിനാണ് പിന്നെ കിടന്നുകൊണ്ട് ഷാനവാസിന് ഫുഡ് കൊടുക്കാൻ പറ്റൂല, മസ്താനിക്ക് ഫുഡ് കൊടുക്കാൻ പറ്റൂല, ഒനീലിന് ഫുഡ് കൊടുക്കാൻ പറ്റൂല, അവിടെ പെർഫോമൻസ് ചെയ്ത്. അത് കറക്റ്റ് അനുമോള് ചോദിച്ചു കേട്ടോ. അനുമോള് ചോദിച്ചു കഴിയുമ്പോഴത്തേന് നീ പോടി അതുകൊണ്ട് അനുമോളെ ഏതാണൊക്കെ പറഞ്ഞ പുള്ളി പോകുന്നുണ്ടായിരുന്നു. പുള്ളിക്ക് ഇപ്പൊ അവർക്ക് ഫുഡ് കൊടുക്കണ്ട, ഫുഡല്ലേ എല്ലാരും. അവരും ഇതിനകത്ത് എന്തെങ്കിലും ഗെയിം കാണുന്ന ഓർത്തോണ്ട് വെച്ചാലേ ഇങ്ങനെയുള്ള കാര്യം ശരിക്കും മരമണ്ടൻ. ആരും ചെയ്തൊക്കെ ആരിന് കുഴപ്പം. ആരിന്റെ കേസ് പറഞ്ഞപ്പോ നീ പൊടി എന്ന് പറഞ്ഞ അനുമോളെ ആട്ടി ഓടിച്ചു വിടുന്നു. അനുമോൾ അത് ചോദിക്കുമെന്ന് ആരും പ്രതീക്ഷ. അനുമോൾ അത് ചോദിച്ചപ്പം അണ്ണാക്കി പിരിവെട്ടിയോലും മിണ്ടാണ്ടിരിക്കേണ്ട വന്നു. അതാ സംഭവം. എന്നിട്ട് അത് അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് ജയിൽ നോമിനേഷനാണ്. ജയിൽ നോമിനേഷൻ എൻ്റെ പൊന്നു മക്കളെ, ജയിൽ നോമിനേഷന് അക്ബർ തന്നെ കളിക്കാൻ തുടങ്ങി. അക്ബർ ഈ രീതി മുന്നോട്ട് പോവാണ്. അക്ബറിന് 100 ദിവസം അവിടെ നിൽക്കാം. ചിലപ്പോങ്കിൽ അക്ബർ നല്ല രീതിയിൽ ഇങ്ങനെ കളിച്ചു പോവാണ്, കപ്പ് അടിക്കാം. അത്രയും കപ്പാസിറ്റി ഉള്ള ഒരാളാണ് അക്ബർ. പക്ഷെ അക്ബർ ഗ്രൂപ്പ് ഉണ്ടാക്കി, ഗ്രൂപ്പിൽ കളിച്ച് അക്ബറിനൊരു എന്ത് ചെയ്യാൻ ഗ്രൂപ്പിലായി. ഈ ജയിൽ നോമിനേഷന് അക്ബർ ആരെ നോമിനേറ്റ് ചെയ്തത്? അക്ബറിന്റെ ചങ്കും കരളുമായി ജിസേലിനെ അക്ബർ നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. അത്ഭുതം, മഹാ അത്ഭുതം. കാക്ക മലന്ന് പറക്കാൻ പോകുന്നു. അങ്ങനെ ജിസേലിനെ നോമിനേറ്റ് ചെയ്ത് അക്ബർ പറഞ്ഞ കാരണം ജിസേല് ഈ കൈക്ക് ഇവിടെ സ്റ്റിച്ചിട്ടേക്കുള്ളൂ. ജിസേലിന്റെ കൈ വയ്യ, അടുക്കളയിൽ നിൽക്കാൻ, പാത്രം കഴുകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിസേല് ബാത്റൂം ടീമിലോട്ട് മാറിയത്. എന്നിട്ട് ജിസേൽ ആരിന്റെ പാത്രം കഴുകി കൊടുക്കുന്നു, നിവീന്റെ പാത്രം കഴുകി കൊടുക്കുന്നു. അപ്പൊ കയ്യ സ്റ്റിച്ചുള്ള ഒരാൾക്ക്
അങ്ങനെ ചെയ്യാനൊന്നും കുഴപ്പമില്ല. ബാത്റൂമൊന്നും കഴുകുന്നില്ല പുള്ളിക്കാരിക്ക്. ബാത്റൂം കഴുകുന്ന ഇഷ്ടമല്ല. ക്ലോസറ്റ് ഒക്കെ കഴുകുന്ന പുള്ളിക്കാരിക്ക് ഭയങ്കര അറപ്പാ. അപ്പൊ അതിനകത്ത് അനുമോളൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരി ഈ തറയും അതൊക്കെ കഴുകുള്ളൂ, ക്ലോസറ്റ് ഒന്നും പുള്ളിക്കാരി കഴുകൂല എന്ന് പറഞ്ഞു. പുള്ളിക്കാരിക്ക് അതൊക്കെ അറപ്പാ. പുള്ളിക്കാരിക്ക് അടുക്കളയിൽ നിൽക്കാനും വെസലിൽ നിൽക്കാനൊക്കെയാ താല്പര്യം. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് അക്ബർ നോമിനേറ്റ് ജിസയിലോടന്ന് അക്ബറൊക്കെ നോമിനേറ്റ് ചെയ്യുമ്പോൾ കരയാൻ പോവാ. അനുമോള് കരയുന്നതിനായിരുന്നു ഭയങ്കര കുറ്റം. ഇപ്പൊ ജിസയിൽ കരയുന്നൊക്കെ പാവം. എന്നിട്ട് ഈ അക്ബർ നോമിനേറ്റ് ചെയ്തതും ഇതെല്ലാം സംഭവം ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് അക്ബർ ഈ ജിസേലിന്റെ പുറകെ ജിസേലിനെ സമാധാനിപ്പിക്കാൻ പോയി നടന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്തിനാ അക്ബറെ ഇങ്ങനെ പുറകെ പോയി? അതൊക്കെ വല്ല വഴിയും പോട്ടെ, അക്ബർ ഒറ്റയ്ക്ക് കളിക്ക്. എന്തിന് ജിസേലിന്റെ പാവാടവള്ളിയായിട്ട് അക്ബർ അത്രയും കാലിബറുള്ള ഒരു മനുഷ്യനാണ്. നന്നായിട്ട് സംസാരിക്കാതിരിക്കും, നന്നായിട്ട് ഗെയിം ആസൂത്രണം ചെയ്യുന്നത് എല്ലാം അറിയാം. പക്ഷെ ഈ ജിസേലിന്റെ പുറകെ നടന്ന ജിസേലിനെ ഇങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കുന്ന മഹാബോറ എന്റെ അക്ബറെ. അത് നിർത്തുവാണെങ്കിൽ അക്ബർ നല്ല രീതിയിൽ വരും. എന്നിട്ട് കുറെ നേരം അത് ജിസേലിനെ പറയുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ജിസേലിനെ കൺവിൻസ് ചെയ്യാൻ പോകും. ഞാൻ അതുകൊണ്ട് പറഞ്ഞു ഇതുകൊണ്ട് പറഞ്ഞതാ. അക്ബർ ഈ അക്ബർക്ക് കുറെ അത് ഞാൻ പറയാം, ആരിന്റെ കേസ് പറയാം കേട്ടോ. അപ്പൊ ഇങ്ങനെ അനീഷ് വന്ന് ജിസേലിനെ വന്ന ബാത്റൂമിന്റെ ടൈലൊക്കെ പായലായിട്ട് കിടക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് ജിസേലിനെ പറഞ്ഞു. അപ്പൊ ഈ കുറെ പേര് പിന്നെ അങ്ങനെ കുറെ പേര് നമ്മുടെ അനുമോളൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നു. കിച്ചണിൽ കയറി കഴിഞ്ഞാല് ജിസേലിന്റെ കിച്ചണാന്ന് തോന്നിക്കൊണ്ടാ ജിസേൽ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഈ ആരും വന്നിട്ട് ഒരു ബോംബ് അവിടെ പൊട്ടിച്ചു. ഞങ്ങളും ബിന്നി, ഷാനവാസ്, ജിസേൽ ഇവരെല്ലാം കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ജിസേലിന് സ്ക്രീൻ സ്പേസ് കൊടുക്കാനായിട്ടാണ് ഞങ്ങൾ ജിസേലിന് നോമിനേഷൻ ഇടാത്തതെന്ന് നോണ പറഞ്ഞതാ. ഇവർ ഗ്രൂപ്പ് ഡിസ്കഷൻ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജിസേലിന്റെ പേര് അക്ബറും പറഞ്ഞാണ് ഇവരെ പെടുത്താനായിട്ട് ആരും ചുമ്മാ പറഞ്ഞ കേസായി ഈ സംഭവം. അതും പറഞ്ഞോണ്ട് അപ്പത്തേന്റെ അഭിലാഷ് എല്ലാം കണ്ടോ നിങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തിയിട്ടാ ജയിൽ നോമിനേഷൻ ചെയ്യുന്നേ എന്ന് പറഞ്ഞ അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടായി. അപ്പൊ ബിന്നി വന്ന് ഷാനവാസിന്റെ അടുത്തൊക്കെ ഇത് കഴിഞ്ഞ് പറയുന്നുണ്ടായിരുന്നു ഇവൻ ഞങ്ങൾ ചുമ്മാ പറയുന്നതാ, ഞങ്ങളങ്ങനെ ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കൂട്ടത്തിൽ നടന്ന് ഇങ്ങനെ എല്ലാം ഗ്രൂപ്പുകളിൽ കളിച്ചുകൊണ്ടുള്ള ആഫ്റ്റർ എഫക്റ്റുകളാണ് വരുന്നത്. അപ്പൊ ജിസേലിനെ നോമിനേറ്റ് ചെയ്തപ്പോൾ ജിസേല് പറയുന്നുണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി നിങ്ങൾക്ക് തരുന്നില്ലേ, നിങ്ങൾ കഴിച്ചില്ലേ, അവര് കഴിച്ചില്ലേ, ഇവര് കഴിച്ചില്ലേ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജിസേലിനെ വാങ്ങി തിന്നോണ്ടല്ലേ ജിസേലിന്റെ മെയിൻ സംഭവം അവിടെയുള്ള കണ്ടസ്റ്റന്റ് ഈ മെയിലായിട്ടുള്ള കണ്ടസ്റ്റൻസിന് ചായ ഇട്ട് കൊടുക്കുക, ചപ്പാത്തി ഇട്ട് കൊടുക്കുക, ഇങ്ങനെ കൊടുത്ത് അവരെ വശത്താക്കി വെച്ചിട്ട് ജിസേലിനെതിരെ ഒറ്റ മെയിൽ കണ്ടസ്റ്റൻസും സംസാരിക്കൂല, അങ്ങനെ ആക്കി വെച്ചേക്കുക. അപ്പൊ അങ്ങനെ അവർ വാങ്ങിച്ച് കഴിച്ചതിന്റെ ഫലമായിട്ട് ഇപ്പൊ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇപ്പൊ ജിസേലിനെ ഓരോന്ന് എല്ലാവരും മുന്നിച്ച് വിളിച്ച് പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കിയത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചപ്പാത്തി വേണമെന്നോ അല്ല ആരെങ്കിലും ഫുഡ് കഴിക്കാതിരിക്കുന്നോ എന്നൊക്കെ പറയുമ്പോൾ ജിസേലി പറഞ്ഞു ഞാൻ ഉണ്ടാക്കാം, നിങ്ങൾക്ക് ആലോ പൊറോട്ട വേണോ ഞാൻ ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താന്നേ അതെന്നാന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ജിസേൽ ഉണ്ടാക്കി ഇവർക്ക് ഒരെണ്ണം വന്നെങ്കിൽ ജിസേൽ ഒരു 10 ഉണ്ടാക്കും. ഈ ഒരെണ്ണോ അല്ല 1-2 അവർക്ക് കൊടുത്തിട്ട് ബാക്കി ആരെങ്കിലും ജിസേലൂടെ പാത്ത് വെച്ചിട്ട് കഴിക്കും. അത് തന്നെയാണ് ഇവരുടെ പരിപാടി. അപ്പൊ ഇത് പതിയെ എല്ലാവർക്കും തന്നെ മനസ്സിലായി, ഹൗസിലുള്ള എല്ലാവർക്കും തന്നെ മനസ്സിലായി. പതിയെ എല്ലാവരും തന്നെ ആരിനും ജിസേലിനോട് തിരിയാൻ തുടങ്ങി, ഇത് പറയാൻ തുടങ്ങി, അക്ബറും പറയാൻ തുടങ്ങി. ഇപ്പൊ ജിസേലിനൊക്കെ പണി പാളുന്നെന്ന് തോന്നി. ഇപ്പൊ ജിസേല് നിങ്ങളും കഴിച്ചില്ലേ, ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളും കഴിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിപ്പുണ്ട്. അപ്പൊ അന്ന് വാങ്ങി കഴിച്ചതിന്റെ ഫലമാണ് ഇപ്പൊ അക്ബർ പുറകെ നടന്ന് കൺവിൻസ് ചെയ്യാൻ നടക്കേണ്ട കാര്യം. പിന്നെ അത് ഞാൻ സ്പോൺസർ ടാസ്ക് ആണ് വന്നത്, കുഴപ്പമില്ലായിരുന്നു, അതങ്ങനെ അങ്ങ് പോയി. പിന്നെ ജയിലിലോട്ട് പോവാനായിട്ട് പിന്നെ ജയിലിലോട്ട് നമ്മുടെ ആര്യനും ജിസേലും പിന്നെ ലക്ഷ്മിയും കൂടെ ജയിലിൽ കയറി. അവർക്ക് കൊടുത്തേക്കുന്ന ടാസ്ക് അവിടെയുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ ക്ലേ വെച്ച് അവരുടെ ഷേപ്പായ രൂപം ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അവരുടെ രൂപം ഉണ്ടാക്കുന്ന ആര്യന്റെ ഒക്കെ മുഖം കാണാൻ ജിസേല് ജയിലിൽ പോകും. എന്താ ആര്യ നിനക്ക് വയ്യേ, നീ ആദ്യം നീ സ്വന്തമായിട്ട് ഗെയിം കളിക്ക്. ആര്യനങ്ങ് ജിസേലിനൊക്കെ ജയിൽ നോമിനേഷൻ ചെയ്തപ്പോ ആരൊക്കെ ചാവാൻ തുടങ്ങുന്ന എന്തൊരു വിഷമം. എന്നത് ആരിന് വേണ്ടി ഒന്നുമല്ല കളിക്കാൻ വന്നത്, ആരും ജിസേലിനെ ജയിപ്പിക്കാൻ വന്നതാ. പിന്നെ ആരും എന്തിനാ ഇങ്ങോട്ട് കെട്ടി 10-100 ദിവസത്തെ ഡ്രസ്സും ഒക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് പോകുന്നത് എന്തിനാ ആരിന്റെ മുഖം കാണാൻ അങ്ങോട്ട് വാടി തളർന്ന് പല പേരുകൾ സോഷ്യൽ മീഡിയയിൽ ആരിനെ വിളിക്കുന്നുണ്ട്, മരമണ്ടൻ അല്ലാതെ ഇനി വേറെന്ത് പറയാനാ. പിന്നെ അത് ഞാൻ രസമായിട്ട് എനിക്ക് തോന്നിയത്, ഇവർക്ക് ഈ നാരങ്ങ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഇവർക്ക് ഈ നാരങ്ങ വെള്ളം കുടിക്കാനൊക്കെ ഭയങ്കര കൊതിയുണ്ടെന്ന് തോന്നി. അപ്പൊ ഒരു മുറി നാരങ്ങ ഒന്നാണോ പകുതിയാണോ ഫുള്ളാണോ എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ നാരങ്ങ എടുത്ത് കുപ്പിക്കകത്തോട്ട് ആദിലെ നൂറയും കൂടെ പിഴിയുന്നു. അപ്പൊ അത് അവിടെ കിടപ്പുണ്ട്. ജിസേല്
എവിടെയാ ജയിലിൽ പോയതിന്റെ വിഷമത്തിൽ അവിടെ ആ സോഫയിൽ അങ്ങോട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ഈ ആര്യൻ കാണുന്നു ഇവരെന്തോ അവിടെ ചെയ്യുന്നുള്ള കാര്യം ആരും കാണുന്നു. അപ്പൊ ആരും കണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ ഈ നാരങ്ങ പിഴിഞ്ഞ നാരങ്ങയുടെ തൊണ്ട് അതിലെടുത്ത് വായിക്കാത്തിട്ടോ ഇങ്ങനെ ഇരിക്കുന്നു. നാരങ്ങയല്ലേ, അതിന്റെ പുളിയല്ലേ. എന്നിട്ട് അങ്ങനെ അവർ ആ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിച്ചിട്ട് ഇവര് ആര്യൻ പുറത്ത് ജയിലിന്റെ അടുത്തോട്ട് പോയ സമയത്ത് നാരങ്ങ വെള്ളം ഇവര് മധുരമൊക്കെ ഇട്ടുണ്ടാക്കി കുടിച്ചിട്ട് ഇവര് കുടിച്ചിട്ട് ഇവരുടെ എക്സ്പ്രഷൻ കാണുന്ന പാവങ്ങളോ ഇതൊന്നും കിട്ടാനില്ലല്ലോ, ഇവർക്ക് ഇതൊക്കെ കഴിക്കാൻ കൊതിയായി കാണും. ഇതൊരു ഭയങ്കര ആത്മസംതൃപ്തി അടഞ്ഞ ഒരിതായിരുന്നു. എനിക്ക് പാവം തോന്നിയിട്ട് നിങ്ങള് ഇടയ്ക്കൊക്കെ നാരങ്ങ വെള്ളം കൊടുക്കും ബിഗ് ബോസ്. ഇവരുടെ കൊതി ഇവരുടെ കാണും, നമുക്ക് തന്നെ പാവം തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും ജയിലിനകത്ത് നമ്മുടെ ആദിലേനെ മുഖം ഉണ്ടാക്കാനാ തോന്നുന്നു. ആദിലെ ജയിലിൻ്റെ അടുത്ത് ബിൻ ബാഗിൽ ഇരിപ്പുണ്ട്. അപ്പം നൂറയും അനുമോളൂടെ വന്ന് പാത്രം കഴുകുന്നു വിളിക്കും. 2 മണി കണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ പാത്രം കഴുകുന്നുള്ളൂ. അപ്പൊ അതിലൂടെ ഞാൻ ഇപ്പൊ കഴുകുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ കഴിക്കോളാം. അതിലേക്ക് ഉറക്കം വരുന്നൊരു ചെറിയ മയക്കത്തിലേക്ക് അതിലെ അവിടെ ഇരിക്കും കേട്ടോ. അപ്പൊ ഈ അനുവും നൂറയും കൂടെ ചെന്ന് അനീഷാണല്ലോ വെസലിന്റെ ക്യാപ്റ്റൻ. അനീഷിനെ വിളിച്ചോണ്ട് വരുന്നു. അതിലെ പാത്രം കഴുകുന്നില്ല. അനീഷ് നല്ല ഉറക്കത്തിലിരുന്ന് എണ്ണീക്കെന്ന് പറഞ്ഞിട്ട് അവിടെ നിപ്പുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് ദേഷ്യം, ഞാൻ എണ്ണീക്കൂല, എനിക്ക് സൗകര്യമില്ല ഞാൻ കഴുകൂല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അനുമോളം കണ്ടൊക്കെ പാത്രം കഴുകി വെച്ചെന്ന് തോന്നുന്നു. എന്നിട്ട് പിന്നെ അവര് പോയി കിടന്നു. പിന്നെ ഇവര് അനീഷിനെയൊക്കെ വിളിച്ചോണ്ട് ദേഷ്യത്തിൽ അതിലെ തമ്മിൽ ചെറിയ കശപിശയൊക്കെ സൗന്ദര്യപ്പടക്കങ്ങളും കശപിശയൊക്കെ നടക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള അത്രയും കാര്യങ്ങളാണ് ഇന്ന് ബിഗ് ബോസിൽ എപ്പിസോഡിൽ നടന്നത്. എന്തായാലും കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ലൊരു എപ്പിസോഡായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എപ്പിസോഡ്. അപ്പൊ ഇന്നങ്ങനെ നമ്മുടെ അക്ബർ ഇവരുടെ ടീമിൽ നിന്ന് പതിയെ ഒന്ന് വലിയാൻ ശ്രമിച്ചു. പക്ഷെ ശ്രമിച്ചെങ്കിലും അക്ബർ പുറകെ പോകേണ്ട കാര്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാര്യമില്ലായിരുന്നു. അപ്പൊ ഇന്ന് മെയിനായിട്ട് അക്ബറിൽ ചെറിയൊരു മാറ്റം കണ്ടു തുടങ്ങിയ ദിവസമാണ്. മൊത്തം മാറട്ടെ, അക്ബർ മൊത്തം മാറി ഒറ്റയ്ക്ക് ഇന്ന് കളിക്കട്ടെ, പവർഫുൾ ആവട്ടെ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കരുത്.